സഫിയ പാലത്ത് MGM കേരളയുടെ ട്രഷറർ സഫിയ പാലത്ത് അവർകളെയും AP ജമീല അൻസാരി അവർകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ആമിന അൻവാരിയെയും എന്റെ സ്വന്തം പേരിലും MSM ഗേൾസ് വിങ്ങിന്റെ പേരിലും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ദീപ്തമായ വിശ്വാസം ഉൾക്കാഴ്ചയുള്ള പ്രബോധനം എന്ന വിഷയത്തിലും വിദ്യാർത്ഥിനി മാതൃകയും നേതൃത്വം എന്ന വിഷയങ്ങളിലും ഇവിടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ള അവരുടെ അഭാവത്തിൽ ഞാൻ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ദീപ്തമായ വിശ്വാസം ഉൾക്കാഴ്ചയുള്ള പ്രബോധനം എന്ന പ്രബന്ധം നമ്മുടെ സംസാരിക്കുന്നത് സുബൈർ പീഡിയക്കലാണ്. വിദ്യാർത്ഥിനി മാതൃകയും നേതൃത്വവും എന്ന വിഷയത്തിൽ ഇവിടെ പ്രബന്ധം അവതരിപ്പിക്കുന്നത് C മുഹമ്മദ് റാഫിയാണ്. അവരെയും അവരുടെ അഭാവത്തിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ നടക്കുന്ന ചർച്ചകൾ ക്രോഡീകരിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ലുബിന, എന്റെ വിദ്യാർത്ഥിനി സുഹൃത്ത് ലുബിന M ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഗേൾസ് ഗിൽഡ് എന്ന ഈ സെഷനിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മോട് സഹകരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥിനി സുഹൃത്ത് ജുമാന KPയെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് അവരെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എന്റെ എല്ലാ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും എന്റെ സ്വന്തം പേരിലും MSM ഗേൾസ് വിങ്ങിന്റെ പേരിലും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള MGM കേരള ജനറൽ സെക്രട്ടറി ആയിഷക്കുട്ടി ടീച്ചറെ ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ എന്റെ ഉത്തരവാദിത്തം ഇവിടെ നിർവഹിക്കുന്നതോടൊപ്പം ഞാൻ എന്റെ സ്വാഗത പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين ورحمتك يا أرحم الراحمين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വേദിയിലുള്ള മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് വേദിയിലുള്ള മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് സംസ്ഥാന സാരഥികളെ, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് അതിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വിപുലമായ ഒരു പരിപാടിയുടെ ഒരു ഭാഗമായ ഈ പരിപാടിയിൽ പങ്കെടുത്ത വിവിധ കോളേജുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ, ഇത്തരത്തിലുള്ള വേദികൾ ഒരുക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ
പ്രവർത്തിച്ചിട്ടുള്ള കേരള നദ്വത്തുൽ മുജാഹിദീൻ, ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ്, ഇതിന്റെ പ്രവർത്തകരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിവിധ ക്യാമ്പസുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ജീവിതവും എല്ലാം തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. ഒരു സംഘടനയുടെ വാക്താക്കൾ എന്ന നിലക്ക് തികച്ചും നിങ്ങളുടെ കലാലയങ്ങളിലും അതേപോലെ തന്നെ അതിന്റെ ചുറ്റുഭാഗങ്ങളിലും നിങ്ങളുടേതായ ആ വ്യക്തിത്വം, അതായത് എന്താണോ ഇസ്ലാഹി പ്രസ്ഥാനം ലക്ഷ്യം വെച്ചിട്ടുള്ളത്, ആ ലക്ഷ്യം ഇന്ന് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കലാലയ ജീവിതങ്ങളിൽ ആ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആ ലക്ഷ്യം പറഞ്ഞുകൊടുക്കാനും പ്രബോധനം നടത്താനും അതേപോലെ തന്നെ ആ ലക്ഷ്യത്തിന്റെ മാതൃകകളായി മോഡലുകളായി ജീവിക്കാനും അത് മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്ന് പകർത്താനുമുള്ള അവസരം നിങ്ങൾ മുഖേനയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കലാലയ ജീവിതം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും അധികം കടപ്പെട്ടത്, ഉത്തരവാദിത്തപ്പെട്ടത് അവന്റെ സൃഷ്ടാവിനോടാണ്. ആ സൃഷ്ടാവിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ സൃഷ്ടാവിന്റെ എല്ലാ തരത്തിലുള്ള സിഫാത്തുകളും ആ സൃഷ്ടാവിന് മാത്രം നൽകിക്കൊണ്ട് സൃഷ്ടികളായ ജീവനുള്ളതായാലും ജീവനില്ലാത്തതായാലും അവർക്ക് സൃഷ്ടാവിന്റെ ഗുണഗണങ്ങൾ ഒന്നും വിശേഷണങ്ങളൊന്നും നൽകാതെ തന്നെ തികച്ചും സൃഷ്ടാവിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ സൃഷ്ടാവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ കർത്തവ്യം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ ഒന്നിച്ച് വിളിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ പറയുന്നുണ്ട്, ഒരേ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു. തമ്മിൽ നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് കബീലകളും ഗോത്രങ്ങളും വർഗങ്ങളുമായി നിങ്ങളെ തിരിച്ചിട്ടുള്ളത്. ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്ന്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെ ഈ ഭൂമിയിൽ നാം സൃഷ്ടിച്ചിട്ടുണ്ടോ? എന്തിനാണ് സൃഷ്ടിച്ചത്? ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ തികച്ചും സൃഷ്ടാവിന് കീഴ്പ്പെട്ടുകൊണ്ട് സൃഷ്ടാവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് സൃഷ്ടാവ് അവന്റേതായ എല്ലാ സിഫാത്തുകളും അവന് അനുവദിച്ചു കൊടുത്തുകൊണ്ട് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് മനുഷ്യന് വേണ്ടത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, അടുത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്രത്തിൽ കൂടി വന്ന നമ്മെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകൾ. വിദ്യാർത്ഥി ലോകത്ത് ഇന്ന് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന്. അതിനൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ സർവീസിലിരിക്കുന്ന കാലത്ത് പാലക്കാട് ജില്ലയിലെ
ചെർപ്പളശ്ശേരി ഭാഗത്തുള്ള ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, പിതാവ് ഒരു മുസ്ലിം കുട്ടി. പിതാവ് ഗൾഫിലാണ്, മാതാവാണ് വീട്ടിലുള്ളത്. ഇഷ്ടം പോലെ പണം കൊടുത്തയക്കുന്നുണ്ട്. കുട്ടി സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പല ദിവസവും അവൻ മാതാവിനോട് പറയും, ഇത്ര പണം വേണം, ആവശ്യമുണ്ട് എന്ന്. മാതാവ് ഇതെല്ലാം കുട്ടിക്ക് നൽകുന്നുണ്ട്. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അധ്യാപകൻ ഒരു വിവരമറിയിക്കുകയാണ് അടുത്ത കുട്ടിയുടെ അടുത്ത്, നിങ്ങളുടെ മകൻ സ്കൂളിലേക്ക് വന്നിട്ട് ദിവസങ്ങൾ കുറേ ആയിട്ടുണ്ട് എന്ന്. എന്റെ മകൻ സ്കൂളിലേക്ക് എന്നും വരുന്നുണ്ടല്ലോ. അങ്ങനെ മാതാവ് അന്വേഷിക്കാൻ പോവുകയാണ് സ്കൂളിലേക്ക്. അപ്പോഴാണ് കുട്ടി സ്കൂളിലേക്കല്ല പോകുന്നത്. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു സ്കൂളിന്റെ പുറത്തുള്ള ചില ആൾക്കാർ അവരുടേതായ ആ വലയത്തിലേക്ക് അവനെ കൊണ്ടുവരികയും ദിവസവും സ്കൂളിലേക്കെന്ന് പറഞ്ഞ് കാശും കൊണ്ടുവരുന്ന ഈ കുട്ടിയെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി മദ്യത്തിന്റെയും അതേപ്രകാരം ലഹരിയുടെയും അടിമയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിലെ മാതാവ് ഒന്നും അറിഞ്ഞിട്ടില്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിൽ സംഭവിച്ച ഒന്നാണ്. അടുത്തയിടെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ. സ്കൂളിൽ കോളേജുകളിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സദാചാരബോധത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും ഒരുപാട് കഥകളല്ല, യാഥാർത്ഥ്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു ചുറ്റുപാടിലും സാഹചര്യത്തിലുമാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് നാം എങ്ങനെയായിരിക്കണം? സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നുണ്ട്, വറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. ഒരു നല്ല വാക്കിന്റെ ആ ഏകദൈവ വിശ്വാസത്തിന്റെ ഉദാഹരണം പറയുകയാണ്. കശജറത്തിൻ ത്വയ്യിബ, ഒരു നല്ല മരം. ആ മരത്തിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ട്. ആ മരത്ത് അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് മണ്ണിലേക്ക് ഒരുപാട് താഴ്ന്നിറങ്ങിപ്പോയിട്ടുണ്ട്. എത്ര തന്നെ മഴ വന്നാലും കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും സുനാമി തന്നെ ഇവിടെ സംഭവിച്ചാലും ഒന്നും സംഭവിക്കുകയില്ല. മരത്തിന് അത്രയും അതിന്റെ വേര് താഴോട്ട് പോയി അവിടെയെല്ലാം പടർന്നു പിടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മരം, അതിന്റെ ഒരു ഗുണമാണത്. അടിയിലേക്ക് ഒരുപാട് വേര് ഇറങ്ങിപ്പോയി ശക്തമായ രൂപത്തിൽ അതവിടെ പിടിച്ചിരിക്കുന്നു. ഇനി അതിനെ ആർക്കും ഇളക്കാൻ സാധിക്കുകയില്ല. അതിനൊരുപാട് ശാഖകളും കൊമ്പുകളും ചില്ലകളുമെല്ലാം ഉണ്ട്. അതൊക്കെ ആകാശത്ത് അങ്ങനെ പരന്ന് ഒരുപാട് ഗുണങ്ങൾ മനുഷ്യന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മരം എന്നാണ് പറയുന്നത്. എന്നിട്ടോ തൂത്തി ഉക്കിലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ, അത് മാത്രം പോരാ, ആ തണൽ പാകിക്കൊണ്ട് മനുഷ്യന് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ കാലത്തിന്റെ വ്യത്യാസമില്ലാതെ എല്ലാ കാലത്തും പഴങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യന് ഉപകാരപ്രദമായ പഴം വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മരങ്ങളുണ്ട്. വ്യത്യസ്ത കാലങ്ങളിൽ ചിലത് മഴക്കാലത്തായിരിക്കും ഫലം നൽകുക, ചിലത് വേനൽക്കാലത്തായിരിക്കും ഫലം നൽകുക, അതൊക്കെ ആയിരിക്കും. പക്ഷെ ഈ കലിമത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞ ഈ ഉപമിച്ച ഈ മരം എല്ലാ കാലത്തും മനുഷ്യന് പ്രയോജനപ്രദമായ ഉപകാരപ്രദമായ ഫലം നൽകുന്നതായിരിക്കും. ഒരു കാലത്തും അതിൽ ഫലമില്ലാതിരിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അതാണ് നമുക്ക് മാതൃക. നാം അങ്ങനെയായിരിക്കണം. നമ്മുടെ ആ അടിയുറച്ച വിശ്വാസം, ഏകദൈവ വിശ്വാസം, എന്തു തന്നെ വന്നാലും ഇളകാത്തൊരു വിശ്വാസം, അതാദ്യം നമ്മുടെ മനസ്സിൽ
അവിടെ വേര് പിടിച്ചിരിക്കണം. എന്ത് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും